ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം. ഇന്ന് ഞാൻ ട്രേഡ് മോസ്റ്റ്ലി എടുക്കില്ല, കാരണം ഒരു ചെറിയ റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. കാരണം ഒരു കണ്ടിന്യൂഷൻ 3 ദിവസം കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്നൊരു ട്രേഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. സോ ബട്ട് നാളെ ഇത് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു ഫർദർ കണ്ടിന്യൂഷൻ സെല്ലിങ്ങിന് ചാൻസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 24,700 റേഞ്ചിൽ, ഈ നമ്മൾ 24,900 റേഞ്ച് ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ചിൽ എത്തുമെന്ന്. കാരണം വീക്ക്ലി ചാർട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രിഡ്ജിങ് ഗ്യാപ്പില്ലേ, ഈ ഒരു റേഞ്ചിൽ ഞാൻ 27,700 ആ റേഞ്ചിൽ എത്തുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ആ ഒരു 24,900 റേഞ്ചിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടാണ് റിവേഴ്സലായത്. ഓക്കെ. സോ നമുക്ക് 5 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കാം. 5 മിനിറ്റ് ചാർട്ടിൽ ഇന്നലത്തെ ഗ്യാപ്പ് ഡൗൺ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. ഷാർപ്പ് ബൈയിങ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊരു എം പാറ്റേൺ ഫോം ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റ് ക്രോസ് ചെയ്തിട്ട് താഴോട്ട് വന്നു. വേണമെങ്കിൽ ഒരു ട്രേഡ് ഇവിടെ ഇത് എടുക്കായിരുന്നു. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ ട്രേഡ് എടുക്കായിരുന്നു. ബട്ട് ഞാൻ എടുത്തില്ല, കാരണം ഇന്നലെ വൺ സൈഡ് റാലി ആയിരുന്നു. സോ ഇന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ സെല്ലിംഗ് ഇവിടെ നടത്തായിരുന്നു. ഫ്യൂച്ചേഴ്സ് പറ്റില്ല. ഇന്നലെ ഡയറക്റ്റ്ലി ഒരു ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈങ്ങിലെ ഡേ ആയിരുന്നു. ഇന്നൊരു ഓപ്ഷൻ സെല്ലിംഗ് ഇവിടെ നടത്തായിരുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1:1 ആ റേഞ്ചിൽ കിട്ടുമായിരുന്നു. ഓക്കെ. സോ നാളത്തെ ട്രേഡ് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആയിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്ത് ഡൗൺ ആവുകയാണെങ്കിൽ ഒരു ഫർദർ ഒരു 150 പോയിന്റ്സിന് ട്രേഡ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെയുള്ള ട്രേഡ്. ഓക്കെ. ഫ്ലാറ്റോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള ട്രേഡ് ഇത്രയും പോയിന്റ് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ. പക്ഷെ വലിയൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും കാണുന്നില്ല ഈ ആഴ്ച. ബട്ട് എന്നാലും ഒരു ഡെയിലി ക്യാൻഡിൽ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെയാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. കണ്ടിന്യൂഷൻ കുറച്ച് ചെറിയ ക്യാൻഡിലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് ഒത്തിരി വലിയ ക്യാൻഡിലായിപ്പോയി. ഓൾമോസ്റ്റ് 300-400 പോയിന്റ്സിൻ്റെ ക്യാൻഡിലായിപ്പോയി. അതാണ് വലിയ ക്യാൻഡിലായതുകൊണ്ട് നെക്സ്റ്റ് ഡേ മൂവ്മെൻറ്റ് ഓപ്പൺ ചെയ്തനുസരിച്ചിരിക്കും. ഓക്കെ. നമുക്ക് അതനുസരിച്ച് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ട്രേഡ് എടുക്കാം. ബാങ്ക് നിഫ്റ്റി നല്ലൊരു നെഗറ്റീവ് ട്രേഡിംഗ് ആയിരുന്നു. ഇന്ന് ഓപ്പണായി ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഡേ ഹൈ ക്രോസ് ചെയ്തില്ല. നിഫ്റ്റിയിൽ ഡേ ഹൈ ക്രോസ് ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റ് ഡേ ഹൈ ക്രോസ് ചെയ്ത് പോയി. ഇതിൽ ഡേ ഹൈ ക്രോസ് ചെയ്തില്ല. അവിടുന്ന് പിന്നെ ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവണമെങ്കിൽ ഫർദർ കുറച്ചും കൂടെ സെല്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. സോ ട്രേഡ് എടുക്കാൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഇതുവരെ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. 57,000-58,000 വരെയുള്ള ട്രേഡിനും ചാൻസ് കാണുന്നുണ്ട്. കാരണം ഒരു എം പാറ്റേൺ ഫോം ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ. സോ ഫർദർ ഇതുവരെ ഈ ഒരു സോണിൽ ഇവിടുന്നാണ് ബ്രേക്ക് ഔട്ട് ആയത്, ആ സോണിൽ എത്താനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിന് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു 92,000 താഴെ 93,000 താഴെ വന്നാൽ അത് നെഗറ്റീവായി. ഇനി ഇവിടെ നിന്ന് എഗെയിൻ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസും ഫോമായി വരുന്നുണ്ട്. ഓക്കെ. സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇവിടെ ഒരു എം പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് 93 ക്രോസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സെൽ ഓഫിനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡ് കണ്ടിന്യൂസ് ഒരു ബുള്ളിഷ് പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ബുള്ളിഷ് പാറ്റേണിലോട്ട് പോകുന്നുണ്ട് ഗോൾഡ്. അതുകൊണ്ട് ഗോൾഡിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഞാൻ പറഞ്ഞല്ലോ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നല്ലൊരു നെഗറ്റീവ് ഇതുവരെയുള്ള ടാർഗറ്റ്, അത് ആ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ എത്തി. ഈ ഒരു ടാർഗറ്റ് വരെ എത്തണം. 15,000 ആണെങ്കിൽ പിന്നെ ഫർദർ നമുക്ക് നോക്കാം. പക്ഷെ സ്മോൾ ക്യാപ്പൊക്കെ നല്ല നെഗറ്റീവാണ്.
മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും ഒരു നെഗറ്റീവ് ഏരിയയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ നിന്ന് ഒത്തിരി ഫോൾ ആയിട്ടുണ്ട് കമ്പയർഡ് ടു നിഫ്റ്റിയും സ്മോൾ ക്യാപ്പിനെ കാട്ടി. ഈ ഒരു ഏരിയ ഇത് ലാസ്റ്റ് സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 27,700 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ക്യാൻഡിലോടുകൂടി പിന്നെ ഫർദർ സപ്പോർട്ട് ഉണ്ടാവുന്നത് 19,000 താഴെയാണ്. സോ മിഡ് ക്യാപ്പും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പോകുന്നുണ്ട്. മിഡ് ക്യാപ്പ് ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് വരെ, ബട്ട് ഇപ്പോൾ നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. നിഫ്റ്റി 50 എല്ലാ ഇൻഡെക്സും നെഗറ്റീവ് ആണ്. നിഫ്റ്റി 50.30 നെഗറ്റീവ് ആണ്. അതിൽ എറ്റേണൽ സൊമാറ്റോ 4.90 ലാസ്റ്റ് 3-4 ദിവസമായിട്ട് നെഗറ്റീവ് ആയിരുന്നു. ഇൻഡിഗോ 1.40, മാക്സൽ 1.32 അപ്പായിരുന്നു. ടാറ്റ കൺസ്യൂമർ 1.69, ട്രെൻഡ് 1.98, ICICI ബാങ്ക് 2.10 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ നൗക്കരി 2.10. ഇൻഡസ് സെൻസിങ് കണ്ടിന്യൂസ് ആയിട്ട് അപ്വേർഡ് മൊമെന്റം കാണിക്കുന്നുള്ള സ്റ്റോക്കാണ്. 2.08, അലിയൻസോൾ 1.76, HAL 2.17, LTAM 2.23, ഹാവൽസ് 2.27 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ KPR മിൽ 8.26, ITC ഹോട്ടൽ 4.66, സ്വിഗ്ഗി 3.65, ITC ഹോട്ടൽ ഒരു തിരിച്ച് കുറച്ച് റീട്രേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും അപ്പായ സ്റ്റോക്സ് ആണ്. ടാറ്റ കൺസ്യൂമേഴ്സ് 5. ടാറ്റ കമ്മോഡിറ്റി ആണെന്ന് തോന്നുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് 5.44, SRF 7.08, കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ഒത്തിരി കണ്ടിന്യൂസ് 8 ഡേ ഫോൾ ആയിട്ടുണ്ട്. ഇന്ന് ഫർദർ പിന്നെ ഫോൾ ആയി. 19 മന്ത് ലോ ആണ് കല്യാൺ ജുവലേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 19 മന്ത് ഓൾമോസ്റ്റ് മോർ ദാൻ 1.5 years ലോയിൽ എത്തി നിൽക്കുകയാണ് കല്യാൺ ജുവലേഴ്സ്. ഓക്കെ, സോ കല്യാൺ ജുവലേഴ്സ് നെഗറ്റീവ് ആണ്. സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. MRPL 9.89, ഇന്നലെ MRPL 9.9 അപ്പായിരുന്നു. ക്രെഡിറ്റ് ACC 9.88, ഇന്ത്യ മാർട്ട് 5.99 അപ്പായിരുന്നു. ടാറ്റ കെമിക്കൽസ് 4.88, CN 4.92, AL 6.88 ഇതൊക്കെ ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമുക്ക് ഇൻഡസ്ട്രീസും കൂടെ നോക്കാം. ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് 1.02 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മെറ്റൽ 0.57 അപ്പായിരുന്നു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.27 അപ്പായിരുന്നു. നിഫ്റ്റി കെമിക്കൽസ് 2.12 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി PSU ബാങ്ക് 1.01 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ഇതൊക്കെയാണ്, എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഒന്ന് സ്ലൈഡ്ലി ചെറിയ അപ്പോൾ നിഫ്റ്റി മെറ്റലും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും ആണ്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഗൈസ്, ബൈ.